ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ അരവിന്ദ്ക്ക് പോവാണ് കേട്ടോ, കോയമ്പത്തൂർ. നൈഷുവിൻ്റെ കണ്ണ് ചെക്കപ്പിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മനുവിനും കണ്ണിന് ചെറിയൊരു ഇടയ്ക്കൊരു ബ്ലർ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓന് ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. അവന് ഇന്നലെ തന്നെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 5:30 പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു. 5:30 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് സുഖമായി നേരത്തെ എത്താമെന്നുള്ളൊരിതിൽ അങ്ങനെ പോയി. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നൈഷുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ അരവിന്ദക്ക് പോയാൽ. കാരണം നൈഷ നസൽ എന്നുള്ള പേര് ഇങ്ങനെ റിപ്പീറ്റായിട്ട് കേൾക്കുമ്പോൾ അവൾക്കൊരു ഭയങ്കര ഒരു സെൽഫ് എസ്റ്റീം കുറച്ച് കൂടുതലാവും. പിന്നെ അന്ന് ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആവും ആൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കൂടുതലൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ കുറേ സെഷൻസ് കൂടി ഇങ്ങനെ പോകണം. പക്ഷേ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ കുറേ നേരം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തീരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് തീർന്നു. ഒരു 2 മണി ആയപ്പോഴത്തേന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ബ്രൂക്ക് മോൾ അവിടെ അടുത്താന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് അവിടുന്ന് ഫുഡും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടോപ്പ് ഫ്ലോറിക്കാട്ടോ പോയത്. അവിടെ ഒരു സെഷനിക്ക് മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. അവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നമുക്ക് കിച്ചണിക്കൊക്കെ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി പോകുമ്പോൾ കുറേ വാങ്ങണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ തിരിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ 2 സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ. ദിശമോൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. ബർഗറാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് അത്ര ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നല്ല ബോറൻ ബർഗറായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി അങ്ങനെ നടന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു, ഐസ്ക്രീമുകളൊക്കെ കഴിച്ചു. പിന്നെ ഇതാണ് ഈ ബുക്കിൻ്റെ സെഷനിക്ക് പോയിട്ടോ. ഞാൻ കുറേ ആയിട്ട് അന്വേഷിച്ചെടുക്കുന്ന എല്ലാ ബുക്സും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഓൺലൈനിൽ കുറച്ച് കാട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റേറ്റ് നോക്കുമ്പോൾ എനിക്കൊന്നും കൂടി മെച്ചം തോന്നുന്നത് ഓൺലൈനിലാണ്. അപ്പോൾ ഞാനത് അവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഐഷമോളും മനുവൊക്കെ എന്തൊക്കെയോ കുറേ ഗെയിം സെഷനിക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഇഷമോള് നോക്കുന്നത് സ്കൂൾ തുറക്കാനായല്ലോ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അവൾ പൗച്ചും വെറൈറ്റി പെന്നൊക്കെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ അതൊന്നും അത്രക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു അവിടുന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് തിരിച്ച് വരുമ്പോഴും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ആക്കൂ ലുലുമാൾ പോവാന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴി തന്നെയാണ് ലുലുമാൾ. അപ്പോൾ ലുലുവിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈപ്പറിൽ കയറി അവിടുന്ന് കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ വെറുതെ നടന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ തിരിച്ചു പോന്നു. ഇവിടെ വന്നപ്പോഴും ഇഷമോള് ഈ സെഷനിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. അവൾക്ക് അവിടെ കുറേ ബുക്കൊക്കെ കവർ ചെയ്യണ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും മെറ്റീരിയൽ എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് കീറിയാൽ തന്നെ അങ്ങനെ കീറി പോരുന്നൊരു മെറ്റീരിയൽ പോലെ തോന്നി. അപ്പോൾ ഞാനതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെന്ന് പറഞ്ഞാൽ ഹെവി ഫുഡല്ല, ലൈറ്റായിട്ട് സ്നാക്സ് പോലെയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോന്നു. പിന്നെ മണ്ണാർക്കാട് തിരിച്ചെത്തി നവാബി പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കാത്തു നിൽക്കുന്നു കേട്ടോ. ഭാവിയൊക്കെ അവർ വന്ന് നൈഷു മേലൊക്കെ കഴുകി ഡ്രസ്സ് ചെയ്ത് അവരുടെ കളി തുടങ്ങി. 10 മണിക്കാണ് ഞങ്ങൾ എത്തിയതെങ്കിലും അവരിതാ കളി തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ.